ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും മാറ്റിയില്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തികം കുളം തോണ്ടാം. വീടിൻ്റെ അടിത്തറ വരെ ഇളകാം സാമ്പത്തികമായിട്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ വീട്ടിൽ ഉയർച്ച ഉണ്ടാകാൻ ചെയ്യേണ്ട ചില രഹസ്യവിദ്യകൾ. ഇപ്പോൾ ഒരു ശിവൻ്റെ ഫോട്ടോ വയ്ക്കുന്നു, അതിൻ്റെ സമീപം വേറെ ഒരു കാര്യം കൂടെ ചെയ്താൽ ഒക്കെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ചില രഹസ്യവിദ്യകൾ. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഏതൊരു വീട്ടിലും മാറ്റമുണ്ടാകാനും ഒരു വീട് നശിച്ചു പോകാതിരിക്കാനും അവിടുത്തെ സാമ്പത്തികം നിലംപരിശാകാതെ ആ വീടിൻ്റെ സാമ്പത്തിക നില തകരാതിരിക്കാനും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അത് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും വാട്സപ്പിൽ ഫ്രീ ആവുന്നതനുസരിച്ചാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളവർ ഹസ്തരേഖ, സംഖ്യാ ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെ ആണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവരെയും നോക്കാനോ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനോ സാധിക്കത്തില്ല. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ സ്വയം ചെയ്യാവുന്ന നല്ല മന്ത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. അതൊക്കെ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ധൃതി വെച്ചിട്ട് കാര്യമില്ല. ഞാൻ മുൻഗണനാക്രമത്തിലായിരിക്കും എപ്പോഴും നോക്കുന്നത്. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് വാട്സപ്പിൽ നിങ്ങൾ ഇട്ടാൽ മതി എന്ന് പറയുന്നത്. ഒരു ഓപ്ഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ഈ സംഖ്യാജ്യോതിഷമായിക്കോട്ടെ, ഗ്രഹനിലയായിക്കോട്ടെ, ഹസ്തരേഖ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ചില ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഈശ്വര എന്ന് വിളിച്ചു പോകും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ തൊഴിൽ, അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തികം, അല്ലെങ്കിൽ ഒക്കെ അതിനടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതിന് ചെയ്യാവുന്ന ചില പരിഹാരങ്ങൾ, അത് ചെയ്തവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഇവിടെ ഇത്രയും നാളും ഈ അനുഭവിച്ചതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ വളരെ ഗുണമാകത്തില്ലായിരുന്നു. അപ്പം അതിൻ്റെതായ ഒരു സമയമുണ്ട്. ശരിക്കും ആ സമയമാകുമ്പോഴേ നമ്മൾ അതിലേക്ക് വരത്തുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിയായിട്ട് ആഴത്തിൽ വിശകലനം ചെയ്താൽ, ആഴത്തിൽ ആ വിഷയത്തിലേക്ക് പോയാൽ, അത് കൈരേഖയാണേലും ഗ്രഹനിലയാണേലും എത്രയോ ആളുകളുടെ 10,000 കൈരേഖയും ഗ്രഹനിലയോ സംഖ്യാജ്യോതിഷമൊക്കെ ആഴത്തിൽ പരിശോധിച്ച് ഒരുപാട് രഹസ്യങ്ങളാണ്. ഞാൻ ചെറിയൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ചെറിയ ഒരു മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇപ്പോൾ 6-15-24 ഈ തീയതി ജനിച്ചവരാണെങ്കിൽ അവർ കഴിവതും അവരൊരു സ്ഥാപനം തുടങ്ങുക, അല്ലെ അവർ ഏതൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യം 8-17-26 ഈ തീയതികളിൽ ചെയ്യരുത്. ചെയ്താൽ വർഷങ്ങളോളം ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകും. ഒരു ഉയർച്ച ഉണ്ടാകാൻ തടസ്സമാണ്. ഈ ഒരു രഹസ്യം അറിയാവുന്ന, എനിക്കിതൊരു കാര്യം അറിയാം. അപ്പം എനിക്കറിയാവുന്ന, അല്ലെ നോക്കുന്നവരോട്, അല്ലെ എനിക്കറിയാവുന്നവരോട് ഒരാളൊരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 6-15-24 ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ 8 ഒരു കാരണവശാലും എടുക്കരുതെന്ന് ഞാൻ പറയാം. അത് സംഖ്യാജ്യോതിഷം അനുസരിച്ചാണ്. അവിടെ നാളും കാര്യങ്ങളും നോക്കേണ്ട കാര്യമില്ല. നാള് നോക്കുമ്പോൾ സംഖ്യാജ്യോതിഷവും നോക്കണമെന്നില്ല. എല്ലാം ഒരുപോലെ ശരിയാകത്തില്ല. ഏതെങ്കിലും ഒന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നാളാണ് നോക്കുന്നത്, അത് മാത്രം ആഴത്തിൽ പരിശോധിച്ച് ചെയ്യുക. അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും 8-ാം തീയതി ഒഴിവാക്കണം, അല്ലെ 17-ാം തീയതി ഒഴിവാക്കണം, അല്ലെ 26-ാം തീയതി ഒഴിവാക്കണം. ഇന്ന ഡേറ്റ് നല്ലതാണ്, ഇന്ന മാസം നല്ലതാണ്. അപ്പോൾ അവർ ആ ഒരു ഇതിന് കടയൊക്കെ ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഒരു ഉയർച്ച കാണുമ്പോൾ ഞാൻ തന്നെ ഈശ്വര എന്ന് വിളിച്ചു പോയിട്ടുണ്ട്. കാരണം അത്ര ഒരു അത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് പരിവർത്തനപ്പെടുത്താവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ ഞാൻ വേറെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ പറയാം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തന്നെ അവൻ്റെ കൈരേഖകൾ തെളിഞ്ഞു തുടങ്ങും. അപ്പോൾ അവൻ്റെ ഇപ്പം പുരുഷനാണെങ്കിൽ വലത് കൈ മോതിരവിരലിന് താഴെ ഒരു ഗുണന ചിഹ്നം കാണുമെന്ന് വിചാരിക്കുക.
ഇപ്പം പെൺകുട്ടിയാണെങ്കിൽ ഇടത് കൈയുടെ മോതിരവിരലിന് താഴെ ഒരു ഗുണനച്ചിഹ്നം കാണുമെന്ന് വിചാരിക്കുക. ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് ഒരു 14-13 വയസ്സ് തൊട്ട് അതിൻ്റെ എഫക്റ്റ് ഉണ്ടായി തുടങ്ങും. അതായത് വിദ്യയ്ക്ക് തടസ്സം വരാം, തൊഴിൽപരമായ ഒരു സ്റ്റാർട്ടപ്പിന് തടസ്സം വരാം. ആ കുട്ടി എടുക്കുന്ന ഏതൊരു തീരുമാനങ്ങളിലും പിശക് സംഭവിക്കാം. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പിശക് സംഭവിക്കാം. ആത്മവീര്യം, അതായത് ഒരു ആത്മവിശ്വാസം കുറയാം. സാമ്പത്തികമായി ചതിക്കപ്പെടാം, അല്ലെ വഞ്ചിക്കപ്പെടാം. തൊഴിൽ, ഒരു പഠിച്ച രീതിയിലുള്ള തൊഴിൽ ഏർപ്പെടാനോ അതിലൊരു ഉയർച്ച ഉണ്ടാകാനോ തടസ്സമുണ്ടാകാം. വർഷങ്ങൾ വെറുതെ ഒരു ലക്ഷ്യബോധമില്ലാതെ കടന്നു പോകാം. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ചെറുപ്പത്തിലെ ഇത് കാണുന്നെങ്കിൽ അവൻ്റെ 13ാമത്തെ വയസ്സിൽ ഇന്ന കാര്യം ഭദ്രകാളിക്ക് ചെയ്യണം, ഇന്ന കാര്യം ശിവന് ചെയ്യണം, ഇന്ന കാര്യം കൃഷ്ണന് ചെയ്യണം, ഇന്ന കണക്കിൽ അത് ആവർത്തിക്കണം. അങ്ങനെ ഒരു തടസ്സവുമില്ലാതെ ജീവിതത്തിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് പരിവർത്തനപ്പെടുത്താവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അപ്പോഴപ്പോൾ നമ്മളൊക്കെ ഈശ്വര പരമേശ്വര എന്ന് വിളിച്ചു പോകും. കാരണം ഇത് പലതും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും പരിവർത്തനപ്പെടുത്താൻ പറ്റും. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസവും ഞാനൊരു ഗ്രഹനില നോക്കിയപ്പോൾ അതിൻ്റെ അത് കണ്ട ചില കാര്യങ്ങൾ, അത് ഞാനതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എന്നെ പലപ്പോഴും നമ്മളെ ഈശ്വര എന്ന് വിളിച്ചു പോവുകയാണ്. ചില നാളുകാർ, ചില ഗ്രഹനിലകൾ, ചില രാശി, ചില ഗ്രഹങ്ങൾ നിന്നാൽ സംഖ്യാജ്യോതിഷത്തിലെ ചില സംഖ്യകളുടെ കോമ്പിനേഷൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. 11 എന്ന തീയതിയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ, നിങ്ങളല്ലേ 29 എന്ന തീയതിയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ, ഞാനൊരു ചെറിയ 2 കാര്യം പറയുന്നതേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളായിരിക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 11 എന്ന് പറഞ്ഞാൽ ഒന്ന് സൂര്യൻ, രണ്ട് സൂര്യൻ, ഒന്നെന്ന് പറഞ്ഞ സംഖ്യയെ കൊണ്ട് സൂര്യനെ ചിന്തിക്കുന്നത്. അപ്പോൾ 2 വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ആത്മവിശ്വാസം, അല്ലെ അതിര് കടന്ന ഒരു വിശ്വാസം, ഓവർ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം കൊണ്ട് ജീവിതത്തിൽ പല നല്ല അവസരങ്ങളും കളഞ്ഞു കുളിക്കും. ഇന്നൊരവസരം വരുമ്പോൾ പ്രയോജനപ്പെടുത്തുന്നുമില്ല. അതുകൊണ്ട് ജീവിത വിജയം താമസിക്കുക, എന്നും വഴക്കും പ്രശ്നവും കാര്യങ്ങളും, ജീവിതം വളരെ ഒരു ദുരിതപൂർണമായി പോവുക. അതുപോലെ തന്നെ 29, 2, 9. 2 എന്ന് പറഞ്ഞാൽ മനസ്സിനെ ചന്ദ്രനാണ്, മനസ്സിനെ 9 എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ ഗ്രഹമാണ്. ഈ രണ്ടിലുള്ള കോമ്പിനേഷൻ ജീവിതത്തിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പൊതുവായിട്ട് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കരുത്. എല്ലാവർക്കും അവരവർ ജനിച്ച സമയം മറ്റു കാര്യങ്ങളും അനുസരിച്ചൊക്കെ മാറ്റം വരും. ഇത് പൊതുവായിട്ട് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്തൊക്കെ ചില കാര്യങ്ങൾ, അപ്പോൾ ഇതിനൊക്കെ ചില കാര്യങ്ങൾ ഭദ്രകാളിക്കായിക്കോട്ടെ, ശിവനായിക്കോട്ടെ, ചില പ്രത്യേക ദിവസങ്ങൾ, ചില പ്രത്യേക നല്ല കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്താൽ പോലും അവരുടെ ജീവിതം മാറും. പിന്നെ ചില മന്ത്രങ്ങൾ ഒക്കെ എന്നെ ഒരുപാട് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ പലതും ഈ ഒരു ശാസ്ത്രം, അല്ലെ ഹസ്തരേഖ ആയിക്കോട്ടെ, സംഖ്യാജ്യോതിഷമായിട്ട്, ഗ്രഹനില ആയിക്കോട്ടെ, ഇത് ആഴത്തിൽ അറിഞ്ഞ് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഞാൻ ഈയിടെ ഒരാൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് 4 എന്ന് പറഞ്ഞ ഡേറ്റ് മതിയെന്ന് പറഞ്ഞു. എനിക്കത് പക്കായിട്ട് ഉറപ്പാണ്, അദ്ദേഹം 4 ഉദ്ഘാടനം ചെയ്താൽ മതി. അപ്പോൾ അത് തിഥി നക്ഷത്രമൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ ഒത്തു വരത്തില്ല. പക്ഷേ ഡേറ്റ് ആഴത്തിൽ പറയുമ്പോൾ ഡേറ്റിൻ്റെ കൃത്യമായ ഡേറ്റ് മാത്രം പറയുക. പുള്ളിക്ക് ജീവിതത്തിൽ ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. എനിക്കത് വളരെ ഉറപ്പാണ്. ഒരു തിരുമേനി ഒരു വണ്ടി എടുക്കാൻ എന്നെ വിളിച്ചപ്പം അത് പുള്ളിക്ക് നമ്മളുമായിട്ട് അടുപ്പമുണ്ട്, ചില കാര്യങ്ങൾ പുള്ളിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് എന്നോടൊരു അഭിപ്രായം ചോദിച്ചത്. എന്നോട് ചോദിച്ചു വണ്ടി പുതിയതെടുക്കാൻ ഏത് ദിവസം എടുക്കണം. ഞാൻ പുള്ളിയുടെ സംഖ്യാജ്യോതിഷം വെച്ച് കണക്ക് കൂട്ടിയപ്പം, കാരണം സംഖ്യാജ്യോതിഷം ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഡേറ്റ് പറഞ്ഞു കൊടുത്തിട്ട് ശനിയാഴ്ച എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, പുള്ളി ശനിയാഴ്ച തന്നെ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പുള്ളി അപ്പം ഞാൻ ഒരു നമ്പർ കൂട്ടിയിട്ട് പറഞ്ഞു, ഇത് മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടിയുടെ നമ്പർ ഇതായിരുന്നോ എന്ന് വെച്ചാൽ നമ്പറിൻ്റെ ആകത്തുക. പുള്ളി പറഞ്ഞ് ഇനി ഒന്നും പറയാനില്ല, സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞു. കാരണം പുള്ളി മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടിയുടെ നമ്പറൊന്നും എനിക്കറിയത്തില്ല, അതിൻ്റെ ആകത്തുക. അപ്പോൾ ആ നമ്പരും ഇനിയിപ്പോൾ ഇതുമെല്ലാമായിട്ട് കണക്ഷനുണ്ട്. ഇതൊക്കെ ശനി സ്വാധീനം കൂടുതലുള്ള വ്യക്തിയാണ്. ഒരു കുഴപ്പമില്ല, വണ്ടി നന്നായിട്ട് ഓടുന്നു, ഒരു കുഴപ്പമില്ല. ആ വണ്ടി പുള്ളിയെ ചതിക്കത്തില്ല.
അതെനിക്ക് ഉറപ്പാണ്. അതുപോലെ വേറൊരാൾക്ക് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ശനിയാഴ്ച എടുത്തു. കാരണം എനിക്കറിയാം അയാൾക്ക് ശനി പല രീതിയിലുണ്ട്. ശനി സ്വാധീനം അതൊരു ഒരു ഒരു വലിയൊരു ഡീപ്പ് സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശനിയാഴ്ച നിങ്ങൾ വണ്ടിയുടെ പോയി കൊടുത്തു. കാരണം അവർക്ക് ശനിയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ സംഖ്യാജ്യോതിഷത്തിൽ ശനി 8, 17, 26 തീയതികളുള്ള ഒരു ശനി സ്വാധീനമുള്ളവരാണ്. പിന്നെ ഗ്രഹനിലയിൽ ലഗ്നാധിപന് അല്ലെങ്കിൽ അഷ്ടമാധിപന് അങ്ങനെയൊക്കെ ശനി വരുന്നതും ശനി സ്വാധീനമുള്ളവരാണ്. അങ്ങനെ കുറേ ഡീപ്പായിട്ട് കുറേ വിഷയങ്ങളുള്ളവരാണ്. പിന്നെ കൈരേഖ നോക്കുമ്പോൾ ശനിമണ്ഡലം പരിശോധിക്കുമ്പോൾ ചില വ്യക്തികൾ ശനി സ്വാധീനമുള്ളവരാണ്. അപ്പോൾ അവിടെ അമ്പലത്തിൽ ചെന്നപ്പോൾ തിരുമേനി ചോദിച്ചു ഇതന്നെ ശനിയാഴ്ച. അപ്പം പറഞ്ഞു ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ശനിയാഴ്ച. ശരി, കുഴപ്പമില്ല. വർഷങ്ങളായിട്ട് ആ വണ്ടി അദ്ദേഹത്തിന് ഒരുപാട് പ്രയോജനപ്പെട്ടത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഉയർച്ചയുടെ തൊഴിലിൻ്റെ ഒക്കെ ഭാഗമാണ് ആ വണ്ടി ഒരിക്കലും അദ്ദേഹത്തെ ചതിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പാണ്. കാരണം അതാണ് പക്കയാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കൈരേഖ നോക്കുന്നു. ഞാൻ ആദ്യം നോക്കുന്നത് കൈരേഖയിലെ രേഖാസ്ഥിതികൾക്ക് ചൈതന്യം എന്തുമാത്രം ഉള്ളത്. ചൈതന്യം മങ്ങിയ കൈകളാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു വീടാണെങ്കിൽ ആ വീട്ടിലെ ചൈതന്യം മങ്ങിയതാണെങ്കിൽ ആ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക തകർച്ച ഉണ്ടാവും. ചൈതന്യം മങ്ങിയതാണോ എന്ന് എങ്ങനെ അറിയുന്നത്? ഞാനീ പറയുന്ന 4 കാര്യങ്ങൾ വീട്ടിൽ പാടില്ല. നമ്പർ 1, വീട്ടിലെ മുറ്റം നോക്കുമ്പോൾ അറിയാം ആ വീട്ടിലെ ഒരു ഐശ്വര്യത്തിൻ്റെ സ്ഥിതി. വീട്ടിലെ ഭഗവതി, മഹാലക്ഷ്മി ഇങ്ങനെയുള്ള ഐശ്വര്യങ്ങൾ വസിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ അതിനൊരു അവസരം ഉണ്ടായിരിക്കണം. അപ്പം മുറ്റത്ത് നോക്കുമ്പോൾ മുറ്റത്ത് കരിയിലെല്ലാം കിടക്കുക, അതായത് മുറ്റം അടിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള മുറ്റം കാണുമ്പോൾ തന്നെ അറിയാം ഈ വീട്ടിൽ മഹാലക്ഷ്മി വാഴത്തില്ല. ആ വീട്ടിൽ ഐശ്വര്യഹാനി ഉണ്ടാവും. ആ വീട്ടിലെ അടിത്തറ കുളം തോണ്ടും, സാമ്പത്തിക നിലംപരിശാകും, അല്ലെങ്കിൽ അവർ തിട്ടേച്ച് പോകും. അപ്പോൾ ആ പ്രധാനമായ ഒരു കാര്യം മുറ്റം അടിക്കുക. ദിവസം രാവിലെ എഴുന്നേറ്റ് വൃത്തിയാക്കി വീടിൻ്റെ മുറ്റവും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക. അപ്പോൾ മുറ്റം അടിക്കുമ്പോൾ നിങ്ങൾ രാവിലെ വീട്ടമ്മ വീട്ടിൽ എഴുന്നേറ്റ് മുറ്റം അടിച്ചു കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടെ. മുറ്റം അടിച്ചു കഴിഞ്ഞാൽ ഉടൻ മുറ്റത്ത് നിങ്ങൾ അല്പം ചാണകവെള്ളം തളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒരു മാസം ഇച്ചിരി ചാണകവെള്ളം തളിച്ചു നോക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ തുടർന്നാൽ മതി, അല്ലേ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ കാര്യം എന്താണ്. നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകും, നല്ലൊരു ഐശ്വര്യം ഉണ്ടാകും, പുതിയ നല്ല കാര്യങ്ങൾ വീട്ടിലേക്ക് വരും. അപ്പോൾ മനസ്സിലാകണം ഇതിനകത്ത് കാര്യമുണ്ടല്ലോ. പണ്ട് കാലത്തെ ആളുകളൊക്കെ ഇതുപോലെ ചാണകവെള്ളം തളിച്ചതിനകത്ത് എന്തോ കാര്യമുണ്ട്. അതിൻ്റെ എന്താണെന്ന് ഡീപ്പായിട്ട് നമുക്കറിയത്തില്ല, പക്ഷേ എന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലാവും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ചാണകവെള്ളം തളിക്കുമ്പോൾ സർവമംഗളമംഗല്യേ എന്ന മഹാമന്ത്രം കൂടെ ജപിച്ചുകൊണ്ട് തളിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരേ നാരായണീയ നമസ്തുതേ. ഇത്രയും ജപിച്ചാൽ മതി. ജപിച്ചിട്ട് ഇത് മഹാമന്ത്രമാണ്. സ്തുതിയാണെങ്കിൽ പോലും അതൊരു മഹാമന്ത്രം തന്നെയാണ്. അപ്പോൾ ഇത് ജപിച്ചിട്ട് ചാണകവെള്ളം തളിക്കുക. ആ മന്ത്രശബ്ദവും കൂടെ ആ വെള്ളം തളിക്കുമ്പോൾ വരുമ്പോൾ അത് വലിയ ഐശ്വര്യത്തെ കൊണ്ടുവരും. ശ്രദ്ധിച്ച് കേൾക്കുക, വലിയ ഐശ്വര്യത്തെ കൊണ്ടുവരും. ഇനിയും പച്ചച്ചാണകം കിട്ടത്തില്ല, ഉണക്കച്ചാണകമാണെങ്കിൽ അല്പം വാങ്ങി ചാലിച്ച് തളിച്ചാൽ മതി. അല്പം മുറ്റത്തും തളിക്കാം, വേണമെന്നുണ്ടെങ്കിൽ കയറി വരുന്ന വീടിൻ്റെ അവിടെയൊക്കെ ഒരു പേരിന് തളിക്കാം. ഇനിയും ഇത് പറ്റാത്തവർക്ക് വെള്ളം തളിച്ചാലും മതി. വെള്ളം തളിക്കുന്ന എങ്ങനെയുള്ള വെള്ളം വേണമെന്നറിയോ? തലേദിവസമേ അല്പം വെള്ളം എടുത്ത് നിങ്ങൾ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ എവിടെയെങ്കിലും വെക്കണം. എന്ന് വെച്ചാൽ പൂച്ചയൊന്നും തട്ടിപ്പറിച്ചിടരുത്. ചന്ദ്രൻ്റെ പ്രകാശം കിട്ടത്തക്ക രീതി. എന്ന് വെച്ചാൽ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ പ്രകാശം കിട്ടും. അതിപ്പം ചന്ദ്രന് ആ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ പ്രകാശം, ചന്ദ്രൻ്റെ പ്രകാശം വരും. തുറന്നു വെച്ചാൽ മതി. സിറ്റ് ഔട്ടിലോ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ വെള്ളം വയ്ക്കുക. ഒരു ഓട്ടുപാത്രത്തിൽ വയ്ക്കുക. ഇനി ഓട്ടുപാത്രം ഇല്ലാത്തൊരു സാധാരണ പാത്രത്തിൽ വെച്ചാൽ മതി. ആ വെള്ളം എടുത്ത് രാവിലെ സർവമംഗളമംഗല്യം ജപിച്ച് മുറ്റം അടിച്ചു കഴിഞ്ഞാൽ തന്നെ തളിക്കണം. ഇത് നിത്യേന ചെയ്യുക. എന്നിട്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ. അത്ര തന്നെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, സ്വയം അനുഭവിച്ചറിയുക. അപ്പം ഇത് ഒന്നാമത്തെ കാര്യം, മുറ്റം അടിക്കാതിരിക്കരുത്. രണ്ടാമത്തെ കാര്യം, ചെളിയെ പൊടിയെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം.
എന്ന് പറഞ്ഞാൽ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ചെളിയെ പൊടിയെ ഇതൊക്കെ വീട്ടിലെ ചെളികളൊക്കെ ഉള്ള ഒരു ഭാഗങ്ങളുണ്ട്, അവിടെയൊക്കെ വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കണം. ആ പൊടികളൊക്കെ നീക്കം ചെയ്യണം. അങ്ങനെ ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ ഐശ്വര്യ ദേവത വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിക്കുക. ചെളിയും പൊടിയും എല്ലാം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുക. മൂന്നാമത്തെ കാര്യം, വീട്ടിലെ മാറാലയില്ലേ, മാറാല, ചിതല്, മാറാല, ഈ വല, എട്ടുകാലിയുടെ വല, ചിതല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് മാറ്റണം, വൃത്തിയാക്കണം. ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ എട്ടുകാലിയുടെ വല അല്ലെ ചുലന്തിയുടെ വല ഇത് കൂടുതലായിട്ട് എവിടെ കാണുന്നറിയാവും? നിങ്ങൾ ആൾത്താമസമില്ലാത്ത ഏതെങ്കിലും ഒരു വീട്ടിലോ ഒരു മുറിയിലോ ഒക്കെ കയറി നോക്കണം, മുഴുവൻ ചിലന്തിയുടെ വലയൊക്കെ ആയിരിക്കും. അതേ പ്രതീതി തന്നെയാണ് ആൾ താമസമുള്ളിടത്ത് ഈ വലയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകുന്നത് ആ ഒരു നെഗറ്റീവ് ഫീലിംഗാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ, അത് മാറ്റുക. ഇനി നാലാമത്തെ കാര്യം, ഉപയോഗമില്ലാത്ത സാധനങ്ങളെല്ലാം, അത് കേടായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഉപയോഗിക്കാത്ത തുണികൾ, എന്നുവെച്ചാൽ വർഷങ്ങളായിട്ടിരിക്കുന്നു നിങ്ങൾ ഉപയോഗിക്കുന്നില്ല ആ തുണിയെ, ഇതെല്ലാം വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുക. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തത്, കേടുപാട് വന്നത് വേണമെങ്കിൽ റിപ്പയറിങ് ചെയ്യുന്നവർക്ക് കൊടുത്ത് അവർക്ക് വല്ല കാര്യത്തിനും അത് ചിലപ്പോൾ ഉപയോഗിക്കാം, അങ്ങനെ കൊടുക്കുക. തുണികൾ, ഉപയോഗിക്കാത്ത തുണികൾ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. അതിന് വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലാകും. അത് ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. അത് ഏറ്റവും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഉപയോഗിക്കാത്ത ഉപകരണങ്ങൾ വീട്ടിൽ നീക്കം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാലേ നിങ്ങളത് ചെയ്യത്തുള്ളൂ. എന്തിനു വേണ്ടിയാണ്? ഉപയോഗശൂന്യമായ കാര്യങ്ങളെ സംരക്ഷിക്കുന്നവൻ, ഉപയോഗശൂന്യമായ പ്രവൃത്തി ചെയ്യുന്നവനാണ്. അവന് ഉപകാരമുള്ള അല്ല, ഉപയോഗശൂന്യമായ പ്രവൃത്തികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ളവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സമയത്തെ അല്ലെങ്കിൽ അവൻ്റെ മുന്നിലുള്ള കാര്യങ്ങളെ ശരിയായി വിനിയോഗിക്കാനുള്ള ഒരു 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 കഴിവ് കുറഞ്ഞു വരുമെന്നുള്ളതാണ്. കാരണം അവന് ഉപയോഗശൂന്യമായ സാധനങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അവൻ അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. ഒന്നാമത് സ്ഥലം മെനക്കേടാകും, രണ്ട് ഉപയോഗശൂന്യമായ സാധനങ്ങൾ വെക്കുമ്പോൾ അവരുടെ മൈൻഡും അങ്ങനെ ആയിരിക്കും. മനസ്സിലായില്ലേ? അത്ര പ്രാക്ടിക്കലാകണമെന്നില്ല. എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. പിന്നെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് കാര്യം എന്തോ? അപ്പോൾ ഈ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണത ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാകാം. അപ്പോൾ അവർ കൂടുതൽ ആക്റ്റീവ് ആകാൻ, കൂടുതൽ പ്രാക്ടിക്കലാകാൻ ആ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുക. ഇതൊക്കെ അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ പറയത്തില്ല, എൻ്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ കേട്ടോ. അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നന്നായിരിക്കും. അങ്ങനെ ചെയ്തുകൊടുത്തൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ വൃത്തിയും ഒക്കെ ഉള്ളിടത്ത് മഹാലക്ഷ്മി വസിക്കും, ഐശ്വര്യ ദേവത വസിക്കും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വലിയ മതിപ്പ് തോന്നും. അവിടെയാണ് ജീവിതം മാറുന്നത്. നല്ല വൃത്തിയായ ഒരു അന്തരീക്ഷത്തിൽ, വൃത്തിയായ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മതിപ്പ് തോന്നുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ആ മതിപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ ഐശ്വര്യങ്ങളെ വിളിച്ചു വരുത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങളൊരു മോശമായ സാഹചര്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അപമതിപ്പ് നിങ്ങളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. അതായിരിക്കും നിങ്ങളുടെ മൈൻഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഐശ്വര്യങ്ങൾ, പുതിയ ഐശ്വര്യമായ കാര്യങ്ങൾ വരാൻ ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടാകും. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് നോക്കിക്കോ, ക്ഷയിച്ച വീട് പോലെ, അതായത് മാറാല കയറി വൃത്തിയാക്കാത്ത വീടുകളിൽ പോയി നോക്കിക്കോ, അവരുടെയൊക്കെ ജീവിതം അതുപോലെ ആയിരിക്കും. അവരുടെ ജീവിതത്തിലേക്ക് പുതിയ നല്ല കാര്യങ്ങൾ ചെയ്യാനോ, പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാനോ, പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കാനോ ഒക്കെ അവർക്ക് വിമുഖത കാണും. അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം നമ്മളോട് തന്നെ ഒരു മതിപ്പുണ്ടാകാൻ വേണ്ടി നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വീട്ടിൽ വൃത്തിയും വെടിപ്പുമുള്ള ഒരു ഐശ്വര്യപ്രദമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. ആ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്നല്ല, നമ്മൾ ആ വീട്ടിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതാണ് അതിൻ്റെ അകത്തൊരു പ്രധാന കാര്യം. ഇനിയും വീട്ടിൽ നിങ്ങൾക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ നിങ്ങൾക്ക് ശിവൻ്റെ ഫോട്ടോ വയ്ക്കുന്നതിൻ്റെ, ശിവൻ്റെ ഫോട്ടോയുടെ ഇടത്ത് വശത്തായിട്ട് മഹാലക്ഷ്മിയുടെയോ കുബേരൻ്റെയോ ഫോട്ടോ വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാൻ ഉപകരിക്കും. അതെന്താ അങ്ങനെ? കാരണം ശിവനെ വിളിച്ചിട്ട് മഹാലക്ഷ്മിയോ കുബേരനെ വിളിച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും. ഒന്ന്. രണ്ട്, നമ്മളൊരു ശിവൻ്റെ ഫോട്ടോ കാണുന്നു.
ശിവൻ്റെ ഫോട്ടോ കാണുമ്പോൾ ശിവൻ മിക്കവാറും തപസ്സാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. തപസ്സെന്ന് വെച്ചാൽ ഒരു നിസ്സംഗതയാണ്. അപ്പം മൈൻഡ് ഒരു ന്യൂട്രലാകും, മൈൻഡ് ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് പോകും. ആ ശാന്തമായ അവസ്ഥയിലേക്ക് അടുത്ത കാണുന്നത് സമ്പത്തിൻ്റെ ഫോട്ടോയാണെങ്കിൽ, മഹാലക്ഷ്മി അല്ലെങ്കിൽ കുബേരനാണെങ്കിൽ, ആ സമ്പത്തിനെ ഒക്കെ അട്രാക്റ്റ് ചെയ്യാൻ ആ മനസ്സുകൊണ്ട് നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ശിവൻ്റെ ഫോട്ടോയുടെ അടുത്ത് മഹാലക്ഷ്മിയുടെ കുബേരൻ്റെ ഫോട്ടോ വെക്കാൻ പറഞ്ഞതിൻ്റെ സൂക്ഷ്മ രഹസ്യം. കറക്റ്റ് വർക്കൗട്ട് ആകുന്ന കാര്യം പറഞ്ഞു തരുന്നത്. ഇനിയും പൂജാമുറിയിൽ വാൽക്കണ്ണാടി ഉണ്ടെങ്കിൽ വയ്ക്കുക, നല്ലതാണ്. ഈ വാൽക്കണ്ണാടി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ല ഒരു പ്ലസൻറ്റ് മൂഡുണ്ടാകും. നമ്മുടെ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാകും. ഒന്നാമത് അതിൻ്റെ ആകൃതി, പിന്നെ രണ്ടാമത് കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ മനസ്സ് പെട്ടെന്ന് ബ്ലാങ്ക് ആകും. മനസ്സിൽ എന്ത് ചിന്തയുണ്ടെങ്കിലും അത് ബ്ലാങ്ക് ആകും. മെർക്കുറി ഉള്ള കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി, വാൽക്കണ്ണാടി വെക്കണം, നല്ലതാണ്. പിന്നെ പൂജാമുറിയിൽ കുങ്കുമം വെക്കുന്നത് നല്ലതാണ്. കുങ്കുമം വളരെ നല്ല മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ നല്ലതാണ് കുങ്കുമം. അപ്പോൾ വാൽക്കണ്ണാടി, കുങ്കുമം, ഇതൊക്കെ നിങ്ങൾക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കുന്നതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലെ ഒരു അന്തരീക്ഷം മാറ്റും. ഒരു സാമ്പത്തിക സ്ഥിതി ഒക്കെ വരുവാനും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാനും വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇനി നിങ്ങൾ സന്ധ്യാസമയത്തും രാവിലെയും 2 നേരം വിളക്ക് കത്തിക്കണം. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഒരു ദിവസം തുടങ്ങുമ്പോൾ ആ വിളക്ക് കത്തിച്ച് ആ പ്രാർത്ഥനയോടെ തുടങ്ങിയാൽ വളരെ ഐശ്വര്യമായിരിക്കും. സന്ധ്യാസമയത്തും വിളക്ക് കത്തിക്കണം. ഒരു ദിവസം നമ്മൾ അസ്തമനത്തിലേക്ക് പോവുകയാണ്, സന്ധ്യ ഇരുട്ടുകയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു അസ്തമനത്തിലേക്ക് പോകുമ്പോഴും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാലും അതും വളരെ ഐശ്വര്യത്തെ ഉണ്ടാക്കും. അപ്പോൾ 2 നേരം വിളക്ക് കത്തിക്കണം. 5 തിരി ഇട്ട് തന്നെ കത്തിക്കണം. അതിനകത്ത് സംശയമൊന്നും വേണ്ട. വീട്ടിലെ കലഹങ്ങൾ മാറണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ 5 തിരി തന്നെ ഇട്ട് കത്തിക്കുക. എള്ളെണ്ണ തന്നെ ഉപയോഗിക്കുക, ഒരു ഡൗട്ടും വേണ്ടല്ല. എള്ളെണ്ണ ഉപയോഗിക്കുക. നെയ്യ് ഒന്നും കത്തിക്കണമെന്നില്ല. വേണമെങ്കിൽ വ്യാഴാഴ്ച നെയ്യ് കത്തിക്കുക ഒരു ദിവസം, അല്ലാതെ നെയ്യ് കത്തിക്കണമെന്നില്ല. എള്ളെണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി. 5 തിരി തന്നെ ഇടണം. ഓരോ തിരിയും കത്തിക്കുമ്പോഴും സർവമംഗളമംഗല്യം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമയും ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഓം കൃഷ്ണായ നമ. ഈ 4 അത്ഭുത മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വിളക്ക് തെളിയിക്കും. ആ വീട്ടിലൊന്നും ഒരു കുഴപ്പം വരുന്നില്ല. നാൾക്ക് നാൾ ഐശ്വര്യം വർദ്ധിച്ച് വരത്തേ ഉള്ളൂ. ദീപപ്രഭയോടുകൂടി ആ മന്ത്രശബ്ദം കൂടെ ആ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുമ്പോൾ ആ വീടുകളിലുള്ള എല്ലാ ഈ നെഗറ്റീവുകളും ആ വീട് വിട്ടു പോകും. വിളക്ക് തെളിയിക്കുന്നിടത്ത് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള എനർജികൾ ഉണ്ടാകത്തില്ല. വിളക്ക് തെളിയിക്കുന്നിടത്ത് വിളക്ക് തെളിയിക്കുന്നിടത്തും വൃത്തിയായിട്ട് പരിസരം സൂക്ഷിച്ച് അവിടെ വിളക്ക് തെളിയിച്ചാൽ അവിടെ മഹാലക്ഷ്മി വസിക്കും. അവിടെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും ദുർദേവതകളും അവിടെ വസിക്കത്തില്ല. സംശയമൊന്നും വേണ്ട. അങ്ങനെ ചെയ്യുക. ആ വീട്ടിലെ മക്കൾക്കാണെങ്കിലും അവർക്കൊക്കെ നല്ലൊരു ഗതി ഉണ്ടാകും. എല്ലാ തരത്തിലും ആ ഒരു ഗുണമുണ്ടാകും. ഈ കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണമുണ്ടാകും. ജീവിതം മാറും. ചെറിയ ചെറിയ കാര്യങ്ങളാണ് തിരുത്തേണ്ടത് ആദ്യം. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുമ്പോഴാണ് വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണെങ്കിൽ പോലും നിങ്ങൾ ഇടയ്ക്ക് ഇച്ചിരി പൈസ മുടക്കി തന്നെ ഷർട്ടും പാൻറ്റും അല്ലെ സാരിയൊക്കെ കാശ് മുടക്കി തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുക്കണം. വസ്ത്രം ധരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നല്ല വില കൂടിയ ഡ്രസ്സും ധരിക്കണം. അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. കാരണം നിങ്ങൾ പുതിയ ഒരു വില നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്താൽ മതി. പക്ഷേ ഞാനീ പറയുന്ന കാര്യം പരീക്ഷിച്ച് നോക്കിയ ജീവിതത്തിൽ ചേഞ്ച് വരും. കാരണം നിങ്ങളിപ്പോൾ അല്പം വില കൂടിയ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കത് ധരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. 2, നിങ്ങൾക്ക് പുതിയൊരു അനുഭവമാണ്. പുതിയൊരു വസ്ത്രം അല്ലെങ്കിൽ വില കൂടിയ വസ്ത്രം ധരിക്കുന്നത് പുതിയൊരു അനുഭവമാണ്. ഈ പുതിയ അനുഭവമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്തുന്നത്. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പുതിയ അനുഭവങ്ങളുമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പുതിയ അനുഭവങ്ങൾ പുതിയ ഐശ്വര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യും. യാതൊരു സംശയം വേണ്ട. വല്ലപ്പോഴും ഒക്കെ ചില റിച്ചായിട്ടുള്ള ഹോട്ടലുകളിൽ കയറുക, ഭക്ഷണം കഴിക്കുക, അതൊക്കെ ചെയ്തോണം. കാരണം നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കണം. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്.
നിങ്ങൾ റിച്ച് ആകുന്നു എന്ന് നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ കൂടുതൽ സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പിന്നെ നിങ്ങൾ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് ഇടയ്ക്ക് ക്ഷേത്രത്തിൽ പോവുക. അപ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ്. കാരണം പുതിയ വസ്ത്രം എന്നുള്ളൊരു അനുഭവം, ആ അനുഭവത്തോടുകൂടി ഈശ്വരനെ തൊഴുമ്പോൾ ആ ഈശ്വരൻ എന്നുള്ളൊരു ചിന്തയും കൂടെ വരുമ്പോൾ അത് ദൈവികതയും കൂടെ കണക്റ്റ് ആകുമ്പോൾ അതൊരു നല്ല ഐശ്വര്യം നമ്മളെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കാരണമാകും. അതുകൊണ്ടാണ് പറയുന്നത് ചിലരൊക്കെ 1-ാം തീയതി പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകണം എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്തും. എന്നുവെച്ചാൽ നിങ്ങൾ സാമ്പത്തികം പോലെ ചെയ്താൽ മതി. നിങ്ങൾ സാമ്പത്തികം ഇല്ലാത്തവരങ്ങനെ ചെയ്യണമെന്നൊന്നും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പറ്റുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, സംശയം വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എപ്പോഴും നിങ്ങൾ പോയി തൊഴണം. ആ ദേശദേവനെ എപ്പോഴും വന്ദിക്കണം. വല്ലപ്പോഴും എങ്കിലും ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകണം. അതൊരു അനുഭവമാണ്. ആ യാത്രയൊരു അനുഭവമാണ്. പുതിയ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ 1-ാം തീയതി അല്പം ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോവുക. അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകണം. അത് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും, ഒരു ചേഞ്ച് ഉണ്ടാക്കും. ഒന്ന് യാത്ര, ആ അനുഭവം മൈൻഡ് ബ്ലോക്ക് മാറ്റും. 2 പുതിയൊരു അനുഭവമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജീവിതം മാറ്റുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ജീവിതം മാറത്തില്ല. മനസ്സൊരിക്കലും ഒരു ചേഞ്ച് ആകത്തില്ല. മനസ്സിന് ആവശ്യം എപ്പോഴും ഒരു ചേഞ്ചാണ്. അതിന് പുതിയ അനുഭവമാണ് മനസ്സിന് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ദിവസവും വീഡിയോ പുതിയ മന്ത്രങ്ങൾ, പുതിയ കാര്യങ്ങളാണ് പറയുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ പുതിയ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ ഐശ്വര്യങ്ങൾ, പുതിയ ചിന്തകൾ, പുതിയ ജീവിത സാഹചര്യങ്ങൾ, പുതിയ സമൃദ്ധികൾ, ഇതൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ചിന്താഗതികൾ മാറും, മൈൻഡിനൊരു ചേഞ്ച് ഉണ്ടാകും. പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സ് പഠിക്കാൻ വളരെ ഉത്സാഹം ഉണ്ടായിരിക്കും മനസ്സിന്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വീഡിയോയുടെ ആദ്യം പറയണമെന്ന് വിചാരിച്ചത്, പക്ഷേ മറന്നുപോയി. നമ്മുടെ ഒരു വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, സാറേ ഒരു കാര്യം വീഡിയോ പറയണം. അവർക്കുണ്ടായ ഒരു അനുഭവം. അവർക്ക് വീടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന അനുസരിച്ച് എല്ലാ മലയാള മാസം 1-ാം തീയതി ഇവർ ക്ഷേത്രത്തിൽ, കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ദിവസം 1 രൂപ നാണയം മാറ്റി വെച്ച് അത് ഒന്നിച്ച് 1-ാം തീയതി സമർപ്പിച്ചു, ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഒരു 6 മാസം ചെയ്തെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് നല്ല വീടും ഒക്കെ ഉണ്ടായി. എനിക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു, സാറിത് വീഡിയോയിൽ പറയണം. വീടൊക്കെ ഇല്ലാത്ത ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്കും ഭഗവാൻ ഏത് കാര്യവും ഈ ഒരു വിദ്യ ചെയ്താൽ സാധിച്ചു വരും. അവർക്കൊക്കെ ഇത് ചെയ്യട്ടെ, അവർക്കൊക്കെ ഗുണമുണ്ടാകട്ടെ. സാർ വീഡിയോയിൽ എൻ്റെ അനുഭവം പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ വേറൊരാളൊരു അനുഭവം വാട്സപ്പിൽ ഇട്ടു. ഇന്നലെ ശിവൻ്റെ കറുത്ത ശിവനെ ധ്യാനിച്ചുകൊണ്ട് നമഃശിവായ ജപിക്കണം എന്നൊരു വിദ്യ ഞാൻ പറഞ്ഞിരുന്നു. യാചകനും കുബേരനാവും എന്നൊക്കെ പറഞ്ഞു. ആ വിദ്യ ചെയ്തവർ അദ്ദേഹത്തിന് 400 രൂപ നഷ്ടപ്പെട്ടപ്പം അദ്ദേഹം ഇത് ചെയ്തു. 4000 രൂപ അദ്ദേഹത്തിന് കിട്ടി എന്നും പറഞ്ഞ് വാട്സപ്പിൽ എഴുതിയിട്ടിട്ടുണ്ട്. ആ വിദ്യ ചെയ്തു 400 രൂപ എങ്ങനെ പുള്ളി നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി വീഡിയോ കാണുന്നത്. പുള്ളി ആ വീഡിയോയിൽ ആ ശിവനെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് നമഃശിവായ ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പുള്ളി 4000 രൂപ കിട്ടി, അതിനുള്ള മാർഗം കിട്ടി. 4000 രൂപ പുള്ളിക്ക് കിട്ടി എന്നുള്ള പുള്ളി മെസ്സേജ് ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷം. അപ്പോൾ അനുഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.